ഹലോ, ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ചുടാനുള്ള ദോശയുടെ അരിമാവ് അരച്ച് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദോശയ്ക്ക് അരിമാവ് അരച്ച് വെച്ചു. പിന്നെ അതുപോലെ ഞാൻ ചെറുപയർ അരച്ച് വെച്ചുകൊണ്ടൊരു അടുക്കളയുടെ ഒരു ഭാഗത്തൊക്കെ വെച്ചു. പിന്നെ ചെറുപയർ ഞാൻ ഇപ്പോൾ കുതിർക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുതിർക്കാൻ വേണ്ടി അതും തന്നെ ഒരു ഭാഗത്ത് വെച്ച് അങ്ങനെ അടച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ മാവൊക്കെ നല്ല പോലെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ചെറുപയറും തന്നെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചായക്ക് വെള്ളം വെച്ചിരുന്നു. അപ്പോൾ ചായ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ കുക്കറിലിട്ട് തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതും തന്നെ കുക്കറിൽ വെച്ചു. അപ്പോൾ എൻ്റെ മോൾ നീച്ച് വന്നു. അവൾക്ക് പിന്നെ ദോശ ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും നേന്ത്രപ്പഴം ഇങ്ങനെ നെയ്യിലിട്ടിട്ട് വാട്ടി കൊടുത്തു. അതാകുമ്പോൾ അവൾ കഴിക്കും, അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് അധികവും ഇങ്ങനെ രാവിലത്തെ ഇങ്ങനത്തെ കടിയൊന്നും ഇഷ്ടമല്ല. പിന്നെ ദോശക്കുള്ള പിന്നെ കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുടുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കറിയിലേക്കുള്ള തേങ്ങയും തന്നെ ചിരകി വെക്കും. അപ്പോഴേക്ക് പിന്നെ ഞാൻ ദോശ ചുട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആദ്യം ഒരു ദോശയും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ദോശയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പം ദോശ ചുട്ടു. ഇതാണ് എൻ്റെ ദോശയുടെ ഫൈനൽ ലുക്ക്. ദോശയുടെയും കറിയുടെയും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ചെറുപയർ കറി കുറച്ച് തിക്കായിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പം ദോശ ഇതാണ്. അപ്പം ഒരുവിധമൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ചെറിയ മോൾ നീച്ചു. അപ്പോൾ ചെറിയ മോൾക്ക് പിന്നെ ഐ ലവ് യു ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താട്ടി എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു ഐ ലവ് യു ദോശ ഉണ്ടാക്കി അത് മോൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഉച്ചക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി മട്ടൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. പിന്നെ ഞാൻ വേറൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മട്ടൻ ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയുള്ളി അരിഞ്ഞിട്ട് നല്ല പോലെ കേക്ക് വൃത്തിയാക്കി. പിന്നെ ഇതിന് കറിവേപ്പിൻ്റെ വേണം. കറിവേപ്പിൻ്റെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊടുവിൽ ഇറങ്ങിയിട്ട് പോകണം. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ കറിവേപ്പില അധികം അങ്ങനെ എടുക്കാറില്ല. എനിക്ക് പേടിയാണ്, കാലൊക്കെ ചിലപ്പോൾ പൂന്തി പോകും ഈ മണ്ണിൽ. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല. പക്ഷേ ഇതിലേക്ക് എന്തായാലും കറിവേപ്പില നിർബന്ധമാണ്. അപ്പോൾ ഞാനിതാ ആ കറിവേപ്പില വന്ന് ഒരു കറിവേപ്പിൻ്റെ തണ്ട പൊടിച്ച് വന്നപ്പോൾ ഒരു കാന്താരി മുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ മട്ടൻ കേക്ക് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഈ ഉള്ളിയും അതിലേക്ക് കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തു. നല്ലപോലെ മിക്സായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ അരച്ചങ്ങാണ്ട് ഞാൻ പിന്നെ അത് ഈ മട്ടനിലേക്ക് ഇട്ടിട്ട് പിന്നെ മട്ടനിലേക്ക് നല്ലപോലെ മിക്സിൻ്റെ ജാറും കഴുകിയിട്ട് അതിലേക്ക് പാർന്നിട്ടോ. അങ്ങനെ നല്ലപോലെ മുളക് ഇടുമല്ലോ, മല്ലി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് അത് ഞാൻ കറിവേപ്പിൻ്റെ നല്ലപോലെ റോഡ് സൈഡിലായതുകൊണ്ട് നല്ലപോലെ ചളിയുണ്ടാവും. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി ഞാനത് പിന്നെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. കൈ കൊണ്ട് വെക്കണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ആക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങി. കുറച്ച് ഗ്രാമ്പു പട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കുതിർക്കാൻ വേണ്ടി ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിലിങ്ങനെ അടിക്കാനുള്ള വറപ്പാലാണ്. അപ്പോൾ അതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മട്ടൻ കറീൻ്റെ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിനുള്ള കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മിൽമ നെയ്യോണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഞാൻ പിന്നെ അരിയിലേറെ കൂടുതൽ വെള്ളം എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്യും പാർന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നല്ലപോലെ ഉള്ളിയൊക്കെ വഴഞ്ഞ് വന്നപ്പോൾ ഞാൻ തട്ടി കുതിർത്ത് വെച്ച അരി ഇട്ട് നല്ലപോലെ ഇളക്കി അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടില്ല പിന്നെ വെള്ളം പാർന്നിട്ടാണ് ഞാൻ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചു. പിന്നെ മട്ടൻ കറി കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ ഇത് കാണുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് തോന്നുന്നില്ല. ഞാനങ്ങനെ മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോഴത്തേക്കും സാലഡിനില്ലേ ഇതൊക്കെ കഷ്ണം നുറുക്കി വെച്ച് അതേപോലെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടാണ് ഞാൻ മട്ടൻ കറി കുക്കറിൽ നിന്ന് എടുത്ത് പാർന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്.
ഇങ്ങനെയാണ് കേട്ടോ. കണ്ട് മൺചട്ടി കണ്ട് അടുപ്പത്തു നിന്ന് എടുത്ത് വെച്ചിട്ടും തിളക്കുകയാണത്. അങ്ങനെ സാലഡും ഇതൊക്കെ ആയി, ലാസ്റ്റ് ഫൈനൽ ലുക്കായി. ഇപ്പം കഴിക്കാൻ കരുതാത്തതുകൊണ്ട് ഞാനിത് ശരിക്കും അടച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു.